കരിങ്കടലിൽ എണ്ണക്കപ്പലുകൾക്ക് നേരെ യുക്രൈൻ ഡ്രോൺ ആക്രമണം. റഷ്യയുടെ ഷാഡോ കപ്പലുകളെന്ന് ആരോപിച്ചാണ് ആക്രമണം നടന്നിരിക്കുന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗാംബിയയുടെ കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. 2022 മുതൽ റഷ്യൻ എണ്ണ വിൽപ്പനയ്ക്ക് ഏർപ്പെടുത്തിയ ഉപരോധം മറികടക്കാനുള്ള നീക്കമായിട്ടാണ് വിവിധ രാജ്യങ്ങളുടെ കപ്പലുകളിൽ റഷ്യയിൽ നിന്നും എണ്ണ കൊണ്ടുപോകുന്നത്. യുക്രൈൻ യുദ്ധത്തിന് പണം ലഭ്യമാക്കുന്നത് ഇത്തരത്തിലുള്ള എണ്ണ വിൽപ്പനയിലൂടെയാണ് എന്നാണ് ആരോപണം. ഐസൻ ജോസ് തുടരുകയാണ്. ഐസൻ, ഈ എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണം, ഒപ്പം തന്നെ റഷ്യയുടെ ഒരു ഔദ്യോഗിക പ്രതികരണം വരുന്നുണ്ടോ? എന്താണ് യുക്രൈൻ പറയുന്നത്? തീർച്ചയായും രാഖി, യുക്രൈൻ പറയുന്നത് ഈ ആക്രമണം നടത്താനുള്ളൊരു കാരണമെന്ന് പറയുന്നത് റഷ്യയിൽ നിന്നും കൊണ്ടുപോകുന്ന എണ്ണ, അതായത് ഇപ്പോൾ ഗാംബിയയുടെ കപ്പലാണ്, ആ കപ്പലിൻ്റെ ഗാംബിയയുടെ ഫ്ലാഗ് വഹിക്കുന്ന കപ്പലുകളാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടത്. ഒരു കപ്പലിന് നേരെ 2 ആക്രമണം വരെ നടന്നു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. കൈറോസ്, വിരാറ്റ് എന്ന് പറയുന്ന 2 കപ്പലുകൾക്ക് നേരെയാണ് കരിങ്കടലിൽ ആക്രമണമുണ്ടായത്. ഈ ആക്രമണത്തിൽ കപ്പലുകൾക്ക് കാര്യമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോൺ, അതായത് ബോട്ട്, ആളില്ലാതെ സഞ്ചരിക്കുന്ന ഒരു ബോട്ട് പോലുള്ളൊരു സംവിധാനം ഉപയോഗിച്ചാണ് ആക്രമണം നടത്തുകയും ചെയ്തത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ യുക്രൈൻ യുദ്ധത്തിന് ധനസമാഹരണം നടത്തുന്നതിന് വേണ്ടി എണ്ണ വിൽക്കുന്ന ഒരു സാഹചര്യം റഷ്യയ്ക്കുണ്ട്. എന്നാൽ അത്തരത്തിൽ എണ്ണ കൊണ്ടുപോകുന്നത് റഷ്യയുടെയോ പ്രത്യേക പാർട്ടികളുടെയോ കണ്ടെയ്നറുകളല്ല എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഷാഡോ കപ്പലുകൾ ഉപയോഗിച്ച്, അതായത് കൃത്യമായി ഏത് രാഷ്ട്രത്തിൻ്റെതാണ് എന്ന് വ്യക്തമാക്കാത്ത, എന്നാൽ അത് ഹയർ ചെയ്യുന്നവരുടെ മാത്രം ഉത്തരവാദിത്തമായി മാറുന്ന ഒരു മധ്യവർത്തി പോലെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട് ഷിപ്പിംഗ് മേഖലയിൽ. അത്തരത്തിൽ ഈ ഹയർ ചെയ്ത കപ്പലുകളാണ് ഈ ടാങ്കറുകൾ. ഈ ടാങ്കറുകൾ റഷ്യയിൽ നിന്ന് എണ്ണ ഈ ഉപരോധം വെട്ടിച്ച് മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന എണ്ണയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ എണ്ണ ലഭ്യമാക്കുന്നതാണ്, എണ്ണ വിൽപ്പനയ്ക്കുള്ള സാധ്യത തുറക്കുന്നതാണ് യുക്രൈൻ യുദ്ധത്തിന് ധനസമാഹരണത്തിനുള്ള ഒരു വഴിയായി റഷ്യ കാണുന്നത് എന്ന ഒരു നിരീക്ഷണത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് യുക്രൈൻ്റെ ഭാഗത്തു നിന്ന് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇന്ന് നിലവിൽ റഷ്യ ഇതുവരെ നൽകിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇത് സംബന്ധിച്ച സ്ഥിരീകരണം റഷ്യയ്ക്ക് നൽകാനുമാവില്ല. റഷ്യയുടെ ഷാഡോ കപ്പലുകൾ എന്ന് കൃത്യമായ ഒരു നിലപാടുള്ളപ്പോൾ തന്നെ ഈ കപ്പലുകൾ എവിടെ നിന്ന് എവിടേക്ക് പോകുന്നു എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും ഉപരോധത്തിന് മുകളിലുള്ള ലംഘനമാവുകയും വലിയ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്യും. നിലവിലെ സാഹചര്യത്തിൽ കരിങ്കടലിൽ ഈ 2 കപ്പലുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. കപ്പലുകളിൽ ഗൗരവമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിരാറ്റ് എന്ന് പറയുന്ന കപ്പലിനെ 2 തവണ ആക്രമിക്കുകയും ചെയ്തു എന്നാണ് യുക്രൈൻ അറിയിക്കുകയും ചെയ്യുന്നത്. ഇന്നലെ റഷ്യയുടെ ആക്രമണം കീവിൽ ശക്തമായി ഉണ്ടായിരുന്നു. ഒരാൾ മരിക്കുകയും 7ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പിന്നാലെയാണ് ഈ ആക്രമണം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. രാഖി. ശരി.